രാസലഹരിയുമായി യുവാവിനെയും യുവതിയെയും പോലീസ് പിടികൂടുമ്പോൾ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ബംഗളൂരുവിൽ നിന്ന് വന്ന ബസ്സിൽ നിന്നാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത്. യുവതിയുടെ പാൻസിനുള്ളിലെ പോക്കറ്റിലാണ് ലഹരിമരുന്ന് ഒളിപ്പിച്ചിരുന്നത്. ഇടപ്പള്ളിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആലുവ സെമിനാരിപ്പടി കൊച്ചു പണിക്കോടത്ത് ആസിഫ് അലി, കൊല്ലം കുന്നിമേൽച്ചേരി മകം വീട്ടിൽ അഞ്ജലി എന്നിവരെയാണ് റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും നെടുമ്പാശ്ശേരി പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് യുവതി ആസിഫുമായി സൗഹൃദത്തിലായത്. തുടർന്ന് ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നു. നേരത്തെ പലതവണ യുവാവ് രാസലഹരി കേരളത്തിലേക്ക് കടത്തിയിട്ടുണ്ട്. തുടർന്ന് കടത്തിനായി അഞ്ജലിയെയും കൂട്ടുകയായിരുന്നു. ഇരുവരും ചേർന്ന് 2 പ്രാവശ്യം രാസലഹരി കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വീട്ടിലിരുന്ന് ഓൺലൈൻ ലഹരി വ്യാപാരമാണ് യുവതി ചെയ്തിരുന്നത്. പിടികൂടിയ രാസലഹരിക്ക് 9 ലക്ഷത്തിലേറെ രൂപ വില വരും. രാസലഹരി വാങ്ങുന്നതിനുള്ള പണം പ്രതികൾ മാഫിയ സംഘത്തിന് CDMലൂടെ അയക്കും. മാഫിയ സംഘം മയക്കുമരുന്ന് ആളൊഴിഞ്ഞ ഭാഗത്തെ പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. തുടർന്ന് ലൊക്കേഷൻ അയച്ചു കൊടുക്കും. അവിടെ നിന്ന് ടൂറിസ്റ്റ് ബസ്സിൽ കേരളത്തിലേക്ക് എത്തിക്കുകയാണ് ഇവരുടെ രീതി. നാട്ടിലെത്തിച്ച് 5 ഗ്രാം 10 ഗ്രാം പാക്കറ്റുകളിലാക്കിയാണ് വിൽപ്പന നടത്തുന്നത്. ഇവരിൽ നിന്നും വൻ മാഫിയയിലേക്ക് എത്താനുള്ള ശ്രമം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. ഇവർ പണമിടുന്ന അക്കൗണ്ട് അടക്കം പരിശോധിക്കും. ആശങ്കയുയർത്തി കേരളത്തിൽ രാസലഹരി വിൽപ്പനയും ഉപയോഗവും കുതിക്കുന്നു. MDMA, ബ്രൗൺ ഷുഗർ, ഹാഷിഷ് ഓയിൽ, ഹെറോയിൻ തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ് കൂടിയത്. MDMA കേസുകളാണ് മുന്നിൽ. ബംഗളൂരു, ചെന്നൈ നഗരങ്ങളിൽ മാത്രമുണ്ടായിരുന്ന ന്യൂജൻ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ വരെ സുലഭമായി. കഞ്ചാവും മദ്യവുമൊക്കെ ഉപയോഗിച്ചിരുന്നവർ രാസലഹരിയിലേക്ക് വഴിമാറുന്നെന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് വിൽപ്പന വ്യാപകമാകുന്നത്. ചെറിയ അളവിൽ വലിയ ലഹരിയാണ് ഇവയുടെ പ്രത്യേകത. മണിക്കൂറുകളോളം ലഹരി ഉണ്ടാകും. ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഗന്ധമൊന്നുമില്ലാത്തതിനാൽ പിടിക്കപ്പെടാനുള്ള സാധ്യതയും കുറവാണ്. ലഹരി ഉപയോഗിച്ചുള്ള അക്രമങ്ങളും ദിനംപ്രതി വർദ്ധിക്കുന്നുണ്ട്. ഇപ്പോഴും പിടിക്കപ്പെടുന്നത് ചെറുകിട വിൽപ്പനക്കാരും ഉപഭോക്താക്കളും മാത്രം. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കാനാണ് പോലീസ് തീരുമാനം. അതുകൊണ്ട് തന്നെ ഈ കേസിൽ അന്വേഷണം കേരളത്തിന് പുറത്തേക്ക് പോകും. കഴിഞ്ഞ വർഷം അവസാനം പുറത്തുവന്ന കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ രാസലഹരി ഉപയോഗത്തിൽ 3-ാം സ്ഥാനത്താണ് കേരളത്തിന്റെ വാണിജ്യ നഗരമായ കൊച്ചി. പ്രധാനമായും ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് പലയിടങ്ങളിലും മയക്കുമരുന്ന് ഉപയോഗം. ഫ്ളാറ്റുകൾ ദിവസ വാടകയ്ക്കും മാസവാടകയ്ക്കും എടുത്ത ശേഷം നടത്തപ്പെടുന്ന ലഹരി പാർട്ടികൾ നഗരത്തിൽ നിത്യസംഭവങ്ങളാണ്. ഇൻഫോ പാർക്കും ഒട്ടനവധി IT സ്ഥാപനങ്ങളും അടക്കം അതിവേഗം വളരുന്ന കൊച്ചി രാസലഹരിയുടെ പിടിയിൽ വീഴുമ്പോൾ അതിന്റെ പിന്നാലെ ജാഗ്രതയോടെ സഞ്ചരിക്കേണ്ടതുണ്ട്.